വിഷാദരോഗം അലർജിയുള്ള ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടോ? എന്താണ് അതിന് കാരണം? സാധാരണ ആളുകളെ അപേക്ഷിച്ച് അലർജിയുള്ള ആളുകളിൽ 2 മടങ്ങ് കൂടുതലാണ് ഈ വിഷാദരോഗം ഉണ്ടാകാനുള്ള സാധ്യത. എന്താണ് അതിന് കാരണം? വർഷങ്ങളായിട്ടുള്ള അലർജിയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. കെമിക്കൽസ് ബ്രെയിനിനെ കാര്യമായിട്ട് ബാധിക്കുന്നതിലൂടെ വിഷാദത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ അലർജിയുടെ ഭാഗമായിട്ട് ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ സെറട്ടോണിൻ എന്നൊരു കെമിക്കൽ ഉണ്ട്. ഈ കെമിക്കൽ ആക്ച്വലി ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണത്. സന്തോഷം നിലനിർത്തുന്ന ഒരു കെമിക്കൽ ആണത്. അതിൽ കാര്യമായിട്ട് കുറവ് വരുന്നു. ഈ സെറട്ടോണിൻ കുറയുന്നതിലൂടെ ഈ വിഷാദരോഗം കൂടാനും ഇത് കാരണമാകുന്നുണ്ട്. തുമ്മല്, മൂക്കൊലിപ്പ്, അതുപോലെ മൂക്കടപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ഉറക്കം കുറയുന്നു. ഈ ഉറക്കക്കുറവും വിഷാദരോഗം കൂടാൻ സാധ്യത കൂട്ടുന്നു. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങാൻ അവർ മടിക്കുന്നു. അവർ സാമൂഹ്യപരമായിട്ട് ഒരു ഒറ്റപ്പെടലും ദുഃഖവും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വിഷാദരോഗം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതോടൊപ്പം തന്നെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഈ അലർജിയുള്ള ആളുകളിൽ നന്നായിട്ട് കൂടുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരുടെ അലർജി പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. കൗൺസിലിംഗ് നന്നായിട്ട് കൊടുക്കുക. CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈക്കോളജിക്കൽ തെറാപ്പികൾ ഉണ്ട്. അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വ്യായാമം നന്നായിട്ട് ചെയ്യിപ്പിക്കുക. വ്യായാമം ചെയ്യുന്നതിലൂടെ തന്നെ നാച്ചുറലി നമുക്ക് സെറട്ടോണിൻ കൂടുന്നുണ്ട്. ഈ വിഷാദരോഗം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ പറ്റും. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കമൊക്കെ അവർക്ക് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ അലർജി ഉള്ള ആളുകളിൽ വിഷാദരോഗം ഉണ്ടാവുന്നത് നമുക്ക് നന്നായിട്ട് തടയാൻ പറ്റുന്നതാണ്. മെന്റലി അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ ഇങ്ങനത്തെ എക്സസൈസുകളൊക്കെ, അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ കൂടുതലായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോഴും എൻഗേജ്ഡ് ആക്കി നിർത്തുക. അവരെ ഒറ്റക്കായിട്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വിഷാദരോഗം കൂടുതലാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് തെറാപ്പികളും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.